ഹായ്, ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഷൂട്ട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്തവണ ആകെ 2 ഷൂട്ട് മാത്രമേ ഡേറ്റ് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരു ഷൂട്ട് വന്നിട്ട് എൻ്റെ അമ്മമ്മ ഈ അടുത്ത് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമായിരുന്നു. എങ്ങനെ പോയാലും ആ ഷൂട്ടിന് പോകാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനതിന് പോയില്ല. അപ്പോൾ അവർക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരത് വേറെ ആളെ വെച്ച് ചെയ്തു. അതിന് ഞാൻ വേറൊരു ഷൂട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഡേറ്റ് എനിക്ക് വേണ്ടിയിട്ടൊരു 3 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ ആ ഷൂട്ട് എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ ഷൂട്ടൊക്കെ എടുത്ത് വീട്ടിൽ വന്നിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയും വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ അമ്മമ്മ മരിച്ചിട്ട് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവുകയാണോ, സെലിബ്രേഷൻ മൂഡാണല്ലോ, അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാൻ എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ വർക്കാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തൊരു വർക്കാണ്. ആ വർക്കിൻ്റെ അകത്ത് ഈ ഫോട്ടോഷൂട്ടാണ് മെയിൻലി ചെയ്യുന്നത് അല്ലേ, മോഡലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് അമ്മമ്മ മരിച്ചു എന്ന് വിചാരിച്ചാൽ എനിക്ക് വർക്ക് ഞാൻ ഏറ്റെടുത്ത വർക്ക് എനിക്ക് വേണ്ടിയിട്ട് അവർ 3 ഡേയ്സ് തള്ളി നീക്കിയ വർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. സോ എൻ്റെ വർക്കാണിത്, ഞാനത് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒക്കെ എൻ്റെ അമ്മമ്മേനോട് ഉള്ളതിനെക്കാട്ടും അടുപ്പ് എങ്ങനെ പോയാലും ഇത്രയും കാലം കൂടെ ഉണ്ടായ എനിക്കുണ്ടാവുമല്ലോ. അപ്പം അമ്മമ്മയുടെ വേർപാടിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയി. അപ്പോൾ ഈ ഷൂട്ട് വന്നിട്ട് സുർജിത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട് എന്നുള്ളത്. രശ്മി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു മേക്ക് ഓവർ അവരുടെ ഷൂട്ടായിരുന്നു. ഒരു ടീം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി ലൊക്കേഷൻ തപ്പിപ്പോയപ്പം ഞങ്ങൾ ഊട്ടിയിലെത്തിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ ഒരുമാതിരി ലൊക്കേഷനിലെത്തി. അത് കഴിഞ്ഞ് റൂട്ട് തെറ്റിയെന്ന് വെച്ച് ഞങ്ങൾ റിട്ടേൺ അടിച്ച് വന്നപ്പം ഞങ്ങൾ പാലക്കാട് എത്തിപ്പോയി. പാലക്കാട് വൈബുള്ളൊരു സ്ഥലത്തെത്തിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ക്ലിക്കൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ മറ്റേ ഒറിജിനൽ ലൊക്കേഷനിലേക്കൊക്കെ പോയി. അവിടുന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. നല്ല ടീമായിരുന്നു. എനിക്ക് ഓൾറെഡി സുർജീൻ്റെ വർക്ക്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ടീമും ഇന്നലെ എനിക്ക് ഷൂട്ടിനുണ്ടായിരുന്ന ടീമും അടിപൊളി ടീമായിരുന്നു. നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് രശ്മി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് സുർജീനെ പരിചയം എന്ന്. ഞങ്ങൾ പരിചയപ്പെട്ടത് വളരെ കോമഡിയാണ്. ഞാനൊരു അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സുർജി എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, ഇതാ ഹരീഷല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. എടുക്കാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ സുർജീൻ്റെ കൂടെ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തു. എനിക്ക് നല്ല ഫോട്ടോസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെയും ഷൂട്ട് ചെയ്തു. പിന്നെ ഞങ്ങളൊരു 3-4 ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കമ്പനിയായി. അപ്പം ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് സുർജീനെ പരിചയമുണ്ടെന്ന് പറയുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെയാണ് പുള്ളി ഉള്ളതും. ഞങ്ങൾ കുറേ ഷൂട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഷൂട്ട്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുള്ളി അടിപൊളി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. പുള്ളി തള്ളുന്നതൊന്നുമല്ല. എന്നാൽ ഇന്നലത്തെ ഷൂട്ട് അടിപൊളിയായിരുന്നു. മേക്കപ്പ് അടിപൊളിയായിരുന്നു. ആകെ മൊത്തം നല്ല വൈബ് തന്നെയായിരുന്നു. എൻ്റെ അനിയൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട്. മട്ടന്നൂർ സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. പ്ലാസ്റ്റിക് പൂ കൊണ്ടാണ് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു ഫീലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു 11 മണിക്കൊക്കെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കറണ്ടൊക്കെ പോയതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം റൂട്ടൊക്കെ തെറ്റിയിട്ടാണല്ലോ സ്ഥലത്തെത്തിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് വൈകിപ്പോയി. 4-4:30 കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പക്ഷേ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിലേക്ക്.